നമസ്കാരം, ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. 9 വർഷം നീണ്ട ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് നദികളിൽ നിന്ന് മണൽ വാരൽ പുനരാരംഭിക്കാൻ ഒരുങ്ങുന്നു. ശ്രീനിവാസൻ വധക്കേസിൽ 3 പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. സംസ്ഥാനത്ത് ദേശീയപാതയിൽ പലയിടങ്ങളിലും വിള്ളലുകളും മണ്ണിടിച്ചിലും രൂപപ്പെട്ടു. മലപ്പുറം, തൃശൂർ, കാസർഗോഡ്, കണ്ണൂർ എന്നിവിടങ്ങളിലാണ് ദേശീയപാതയിൽ വ്യാപക വിള്ളലും മണ്ണിടിച്ചിലും കണ്ടെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം പേരൂർക്കടയിൽ ദളിത് യുവതിയായ ബിന്ദുവിനെ വ്യാജമോഷണ കേസിൽ കുടുക്കുകയും മാനസികമായി പീഡിപ്പിച്ച കേസിൽ ASI പ്രസന്നന് സസ്പെൻഷൻ. ഷഹബാസിന്റെ കൊലപാതകത്തിൽ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലവും പ്രസിദ്ധീകരിച്ചു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നായിരുന്നു നടപടി. കോഴിക്കോട്ടെ രാമനാട്ടുകരയിൽ MDMAയുമായി 2 പേർ പിടിയിലായി. കോഴിക്കോട് സിറ്റി പോലീസും ഡാൻസാ സംഘവും സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് 2 പേരെ പിടികൂടുന്നത്. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇരുവർക്കുമെതിരെ കള്ളപ്പണ ഇടപാട് തെളിയിക്കുന്ന രേഖകൾ ഉണ്ടെന്നാണ് ഡൽഹിയിൽ PMLA പ്രത്യേക കോടതിയിൽ ED അറിയിച്ചത്. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 27 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ഛത്തീസ്ഗഡിലെ നാരായൺപൂർ ജില്ലയിൽ അംബുജൻ വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ നൽകാനുള്ള തുക അനുവദിച്ചു. 194 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. മെയ് മാസത്തെ പെൻഷനൊപ്പം 1 മാസത്തെ കുടിശ്ശിക കൂടിയാണ് നൽകുക. അടിയന്തരമായി സഹായം ലഭിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ 14,000 കുഞ്ഞുങ്ങൾ മരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ്. ഉപരോധത്തിൽ അയവ് വരുത്തിയിട്ടും ഗാസയിലേക്ക് 5 ട്രക്കുകൾ മാത്രമേ ഇസ്രായേൽ കടത്തിവിടുന്നുള്ളൂ.